ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ വന്നു വരും വരികയാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. ഇത് വളരെ സിമ്പിളായി തോന്നും നമുക്ക് കേട്ട് കഴിഞ്ഞാൽ, പക്ഷേ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് കേട്ടോ. അപ്പൊ നമുക്കിത് സിമ്പിളായിട്ട് പഠിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് സെന്റൻസ് ഞാൻ ഇങ്ങനെ പറയാണ്. നമുക്കൊക്കെ അറിയാം, അവൻ വന്നു എന്ന് പറയാണ്. അവൻ വന്നു ഇന്ന സമയത്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവൻ വന്നു ഹേ കെ അല്ലേ. സബ്ജക്റ്റ് വെയിറ്റു ഹേ കെ, അവൻ വന്നു. ഇനി ഈ ഒരു സെന്റൻസ് അവൻ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം, ഹി ഹാസ് കം എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ഹി ഹാസ് കം അല്ലെ. ഒരു ടൈം തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഹി ഹാസ് കം എന്ന് വേണമെങ്കിലും പറയാം. ഇനി അവൻ ഇന്നലെ വന്നു എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ മസ്റ്റ് ആയിട്ടും എന്ത് പറയണം, ഹേ കെയിം യെസ്റ്റർഡേ. ഹേ കെയിം യെസ്റ്റർഡേ എന്ന് തന്നെ പറയണം. കാരണം അവിടെ ഒരു ടൈം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹേ കെയിം യെസ്റ്റർഡേ. ഓക്കെ, നെക്സ്റ്റ് അവൻ ഇപ്പോൾ വന്നു എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്നുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ ഒരിക്കലും വി ടു ആഡ് ചെയ്യരുത്. അവിടെ നമ്മൾ പറയേണ്ടത് എന്താണ്, ഇപ്പോൾ. അതുപോലെ ഓൾറെഡി, സ്റ്റിൽ എന്നൊക്കെ പറയുമ്പം എറ്റ് ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഹാവാസ് തന്നെ യൂസ് ചെയ്യണം. അവൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഹി ഹാസ് ജസ്റ്റ് കം. ഓക്കെ, ഹി ഹാസ് ജസ്റ്റ് കം എന്ന് പറയണം. ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കൂ, നമ്മൾ ഇങ്ങനെ പറയാണ്, അവൻ രാവിലെ വന്നിട്ടുണ്ട്. അവൻ രാവിലെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ പറയുകയാണെങ്കിൽ, ഇത് ഇപ്പം അവൻ രാവിലെ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഒരു അല്പസമയം കഴിഞ്ഞതിന് ശേഷം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹി ഹാസ് കം ദിസ് മോർണിംഗ്. ഹി ഹാസ് കം ദിസ് മോർണിംഗ്. അവൻ രാവിലെ വന്നിട്ടുണ്ട്. ഇനി അതേ സെന്റൻസ് തന്നെ നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, ഹേ കെയിം ദിസ് മോർണിംഗ്. വി ടു യൂസ് ചെയ്തിട്ട് പറയാം, ഹേ കെയിം ദിസ് മോർണിംഗ് എന്ന് പറയാം. അപ്പം നമ്മുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം ഈ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, അവൻ വന്നിട്ട് ഒരുപാട് സമയമായി എന്ന് പറയാറുണ്ട് അല്ലെ. അവൻ വന്നിട്ട് ഒരുപാട് സമയമായി. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് ഹി കെയിം. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് ഹി കെയിം എന്ന് പറയാം അല്ലെ. ഒരുപാട് സമയമായി, ഒരുപാട് നാളായി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ഇങ്ങനെ പറയാണ്, അവൻ ഇപ്പോൾ ട്രെയിനിലാണ്, 5 മണിക്ക് എത്തും അല്ലെ. രണ്ട് സെന്റൻസ് ആണ്. അവൻ ഇപ്പോൾ ട്രെയിനിലാണ്, 5 മണിക്ക് എത്തും എന്നെങ്ങനെ പറയാം, അവൻ ഇപ്പോൾ ട്രെയിനിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ഈസ് ഓൺ ദ ട്രെയിൻ നൗ. ഹി ഈസ് ഓൺ ദ ട്രെയിൻ നൗ ആൻഡ് ഹി വിൽ റീച്ച് അറ്റ് 5 o'clock. ആൻഡ് ഹി വിൽ റീച്ച് അറ്റ് 5 o'clock. ഇനി അറൈവ് ആണെങ്കിലും അവിടെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹി ഈസ് ഓൺ ദ ട്രെയിൻ നൗ അല്ലേ. ഓണാണ് നമ്മൾ ട്രെയിൻ, ബസ് അങ്ങനെയുള്ള വലിയ വാഹനത്തിന്റെ കൂടെ ഓണാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഹി ഈസ് ഓൺ ദ ട്രെയിൻ നൗ ആൻഡ് ഹി വിൽ റീച്ച് അറ്റ് 5 o'clock. ഓക്കെ, ഇനി ഇങ്ങനെ പറയാണ്, അവർ വൈകി വീട്ടിൽ വന്നു അല്ലെ. അവർ വൈകി വീട്ടിൽ വന്നു. എങ്ങനെ പറയാ, അവർ വന്നു, ദേ കെയിം ഹോം. ദേ കെയിം ഹോം ലേറ്റ്. സിമ്പിൾ ആണല്ലോ. ദേ കെയിം ഹോം ലേറ്റ്. അവർ വൈകി വീട്ടിൽ വന്നു. അവനാണെങ്കിൽ ഹി കെയിം ഹോം ലേറ്റ്. അവളാണെങ്കിൽ ഷീ കെയിം ഹോം ലേറ്റ്. ഓക്കെ, നെക്സ്റ്റ് പറയാണ്, എൻ്റെ സുഹൃത്ത് എന്നെ കാണാൻ വന്നു. എൻ്റെ സുഹൃത്ത് എന്നെ കാണാൻ വന്നു. അപ്പോൾ മൈ ഫ്രണ്ട് അല്ലേ. എൻ്റെ സുഹൃത്ത് സിംഗുലർ ആണ്. മൈ ഫ്രണ്ട് കെയിം, എൻ്റെ സുഹൃത്ത് വന്നു, ടു മീറ്റ് മീ. ടു മീറ്റ് മീ, എന്നെ കാണാൻ. ഓക്കെ, മൈ ഫ്രണ്ട് കെയിം ടു മീറ്റ് മീ. എൻ്റെ സുഹൃത്ത് എന്നെ കാണാൻ വന്നു. ഓക്കെ, ഇനി ഒരു സെന്റൻസ് നോക്കൂ, ബസ് കൃത്യസമയത്ത് വന്നു അല്ലെ. ഇവിടുത്തെ സബ്ജക്റ്റ് ബസ്സാണ്. ബസ് കൃത്യസമയത്ത് വന്നു നമ്മൾ പറയാറുണ്ടല്ലോ, ദ ബസ് കെയിം ഓൺ ടൈം.
ദ ബസ് കെയിം ഓൺ ടൈം. ബസ് കൃത്യസമയത്ത് വന്നു. ഓക്കെ, അവൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട്, അവൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട്, അവൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോ അവൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ ഓഫീസിൽ വന്നിട്ടുണ്ട്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഹി ഹാസ് കം. ഇവിടെ കം ആണ് യൂസ് ചെയ്യാൻ നല്ലത് കേട്ടോ. കാരണം അവൻ ഓഫീസിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓഫീസിൽ വന്നിട്ടുണ്ട് എന്നാണ്. ഹി ഹാസ് കം ടു ദ ഓഫീസ്. ഹി ഹാസ് കം ടു ദ ഓഫീസ് അല്ലേ. ഹാവാസ് വരുമ്പോൾ V3 ആണല്ലോ, അപ്പൊ കമ്മിന്റെ V3 കം തന്നെയാണ്. ഹി ഹാസ് കം ടു ദ ഓഫീസ്. ഓക്കെ, നെക്സ്റ്റ്, അവൾ ഇപ്പോഴാണ് തിരിച്ചു വന്നത്. പറയാറുണ്ടല്ലോ, അവൾ ഇപ്പോഴാണ് തിരിച്ചു വന്നത് അല്ലേ. ആ വന്ന നിമിഷമാണ് പറയുന്നത് നമ്മൾ. സോ ഷി ഹാസ് ജസ്റ്റ് കം ബാക്ക്. ഷി ഹാസ് ജസ്റ്റ് കം ബാക്ക്. അതായത് അവൾ ഇപ്പോഴാണ് തിരിച്ചു വന്നത് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ജസ്റ്റ് യൂസ് ചെയ്തോ, ഞാൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഷി ഹാസ് ജസ്റ്റ് കം ബാക്ക്. അവൾ ഇപ്പോഴാണ് തിരിച്ചു വന്നത്. ഓക്കെ, നെക്സ്റ്റ്, അവർ സ്കൂളിൽ നിന്ന് വന്നു അല്ലെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോ അവർ സ്കൂളിൽ നിന്ന് വന്നു. ദേ ഹാവ് കം ഫ്രം സ്കൂൾ. ദേ ഹാവ് കം ഫ്രം സ്കൂൾ. ഇനി അവൻ സ്കൂളിൽ നിന്ന് വന്നു എന്ന് പറയുകയാണെങ്കിൽ ഹി ഹാസ് കം ഫ്രം സ്കൂൾ എന്നാകും അല്ലെ. ഹി ഹാസ് കം ഫ്രം സ്കൂൾ. അവൻ സ്കൂളിൽ നിന്ന് വന്നു. ഞാൻ എത്തുന്നതിന് മുമ്പ് അവൻ എത്തിയിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ എത്തുന്നതിന് മുമ്പ് അവൻ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു പോയൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ഹി ഹാഡ് കം ബിഫോർ ഐ അറൈവ്ഡ്. ഹി ഹാഡ് കം, അവൻ എത്തിയിട്ടുണ്ടായിരുന്നു. ബിഫോർ ഐ അറൈവ്ഡ്, ഞാൻ എത്തുന്നതിന് മുമ്പ്. അപ്പോൾ ഹി ഹാഡ് കം ബിഫോർ ഐ അറൈവ്ഡ്. ഓക്കെ, നെക്സ്റ്റ്, അവൾ നമ്മളെ കാണാൻ വരികയാണ് അല്ലെങ്കിൽ അവൾ നമ്മെ കാണാൻ വരികയാണ് എന്ന് പറയാറുണ്ടല്ലോ. ഇവിടെ ഒരു കണ്ടിന്യൂസ് പ്രവൃത്തിയാണ് പറയുന്നത് അല്ലെ. അവൾ വരികയാണ്. ഷീ ഈസ് കമ്മിങ് ടു സീ അസ്. ഷീ ഈസ് കമ്മിങ് ടു സീ അസ്. അവൾ നമ്മളെ കാണാൻ വരികയാണ്. നെക്സ്റ്റ്, അവർ ഉടൻ ഞങ്ങളുടെ വീട്ടിൽ വരും. അവർ ഉടൻ ഞങ്ങളുടെ വീട്ടിൽ വരും എന്നിങ്ങനെ പറയാ. വരാനിരിക്കുന്ന കാര്യമാണ്. ദേ വിൽ കം ടു അവർ ഹൗസ് സൂൺ. ദേ വിൽ കം ടു അവർ ഹൗസ് സൂൺ. അവർ ഉടൻ ഞങ്ങളുടെ വീട്ടിൽ വരും. അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. അവർ ട്രെയിനിൽ വരികയാണ്. ഇതൊരു കണ്ടിന്യൂസ് പ്രവൃത്തിയാണ് കേട്ടോ. അവർ ട്രെയിനിൽ വരികയാണ് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഓരോരുത്തരുടെ ഡൗട്ടുകളാണ്. കാരണം നമ്മൾ പേഴ്സണലായിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. ഇൻസ്റ്റയിലൊക്കെ നമ്മൾ വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ നമുക്കൊന്നുകൂടി എല്ലാവർക്കും അത് ഉപകാരപ്പെടും എന്നുള്ള രീതിക്കാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതിനൊന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.